ഏത് മുതിർന്ന നേതാവായാലും പക്വതയും പാകതയും അനുഭവസമ്പത്തും വ്യവസ്ഥയോടുള്ള കാര്യങ്ങളുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വേണം നിലപാട് സ്വീകരിക്കാൻ എന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സഭയിലേക്ക് വരികയാണുള്ളത്. അദ്ദേഹം തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ ചിന്തിക്കും. ഇത്തരം തെറ്റായ നിലപാടുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് ജനങ്ങളാകെ ചിന്തിക്കട്ടെ, കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ. ഞാൻ നിയമസഭാ കക്ഷിയിലുള്ള ഒരാളല്ല. നിയമസഭയിലെ അംഗങ്ങൾ നിയമസഭാ ചട്ടങ്ങളും കാര്യങ്ങളും അനുസരിച്ച് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കും, ചിന്തിക്കും. അതിനൊക്കെയുള്ള ബിസിനസ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട്. പ്രതിപക്ഷങ്ങൾക്ക് തീർച്ചയായും അവർക്ക് അവരുടേതായ അവകാശമുണ്ട്. അത് പൂർണ്ണമായി സംരക്ഷിക്കലാണ് ഭരണപക്ഷം ചെയ്യുന്നത്. ഭരണപക്ഷമാകട്ടെ സഭയും സഭയുടെ നടപടിക്രമങ്ങളെയും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അതിനെയെല്ലാം അലങ്കോലപ്പെടുത്താനാണ് ഇപ്പോഴുള്ള നീക്കം. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയൂ. എന്താണ് ഇതിന്റെ അർത്ഥം? ചരമോപചാരം പോലുള്ള എല്ലാവരും ആദരിക്കപ്പെടുന്നൊരു പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായി ഇത്തരത്തിൽ വളരെ 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 കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയം സ്വാഭാവികമായും പ്രതിഷേധത്തിനിടയാക്കില്ലേ? അത് ചരമോപചാരത്തെ പോലെ അലങ്കോലപ്പെടുത്തില്ലേ? ഇതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഇങ്ങനെ വരിക, ചെയ്യുക, ഇതെല്ലാം നിയമസഭാ നടപടികളുടെ തികച്ചും തെറ്റായിട്ടുള്ള പ്രവണതകളാണ്. ഇത്തരം പ്രവണതകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല.